ഹലോ. അങ്ങനെ ദേ നമ്മൾ കണ്ണൂരെല്ലാം എത്തി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. 6:30 ആവാൻ നേരത്തെ ഏട്ടന് ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഷോപ്പിൽ എത്തിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പം നമ്മളോട് ചോദിച്ചു പോരുന്നോന്ന്. പിന്നെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളും ചാടി വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 6:30 സമയം എന്ന് പറഞ്ഞാലും പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് ഒട്ടും തോന്നില്ല 6:30 ആണെന്ന്. കാരണം അത്രയ്ക്ക് വെളിച്ചവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ റോട്ടിലേക്ക് കയറിയതിന് ശേഷം നല്ല രീതിയിൽ തിരക്കും ഉണ്ടായിരുന്നു. ഏട്ടനൊരു ഷോപ്പിൽ ഇറങ്ങിയ നേരത്തെ നമ്മൾ കഴിക്കാൻ വേണ്ടി ദേ ഈ ഒരു ബൂസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ബൂസ്റ്റിൻ്റെ പൊടി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെപ്പോലെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ നേരെ പോയത് പെട്രോൾ പമ്പിലേക്കാണ്. പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ച് പിന്നെ നേരെ പോയത് ഒരു റെൻ്റൽ ജ്വല്ലറി ഷോപ്പിലേക്കാണ് കേട്ടോ. ചേച്ചിക്ക് ഈവനിങ് ഇടാനുള്ള ഫംഗ്ഷൻ്റെ ഓർണമെൻറ്റ് നമ്മൾ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതെല്ലാം വാങ്ങി പിന്നെ നേരെ പോയത് എന്തെങ്കിലും കഴിക്കുക കുടിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. കാരണം അത്യാവശ്യം സമയമായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കുഞ്ഞു കഫേയിലാണ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു കഫേ ആയിരുന്നു. ഈ കഫേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് ഒരു ബീച്ചാണ്. പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ബീച്ചും കാര്യങ്ങളൊന്നും നമുക്ക് അത്ര എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേ ഇതുപോലെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 പ്ലേറ്റ് ബ്രെഡ് ഓംലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇത് കഴിക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പാത്രം കൊണ്ടുവന്നപ്പോൾ തന്നെ സാധനം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കലും കുടിക്കലൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. കാരണം കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണല്ലോ നമ്മളെല്ലാവരും ഇങ്ങനെ കൂടുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ബാക്കി കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പിറകെ വരുന്നുണ്ട്. ആരും കാണാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.